ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും. കൂട്ടുകാരെ, ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് 4ാം ക്ലാസ്സിലെ താരീഖിലെ 2ാം പാഠമായ പ്രബോധനം പരസ്യമാക്കുന്നു എന്ന പാഠത്തിലെ തെദ്രിബാത്താണ്. അത്തെദ്രിബാത്ത് 1. ഉത്തരം എഴുതാം. 1. കുടുംബങ്ങളെ ക്ഷണിച്ചു വരുത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തു പറഞ്ഞു? ഈ കുഞ്ഞിൻ്റെ പിന്നിൽ കൂടി നിങ്ങളെ ആക്രമിക്കാൻ ഒരു സൈന്യം വരുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുമോ? അല്ലാഹുവിൻ്റെ കഠിനമായ ശിക്ഷയെ സംബന്ധിച്ച് ഞാൻ മുന്നറിയിപ്പ് നൽകുന്നു. നിങ്ങളുടെ ശരീരങ്ങളെ നരകത്തെ തൊട്ട് നിങ്ങൾ രക്ഷിക്കുക. അല്ലാഹു ആണ്. നിങ്ങളെ തൊട്ട് അല്ലാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് ഒന്നും തടയാൻ എനിക്ക് കഴിയുകയില്ല. 2. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരസ്യപ്രബോധനം തുടങ്ങി എപ്പോൾ? അടുത്ത കുടുംബങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുക എന്ന ഖുർആൻ സന്ദേശം ലഭിച്ചപ്പോൾ. 3. പരസ്യപ്രബോധനം തുടങ്ങിയപ്പോൾ ഖുറൈശികൾ എന്ത് ചെയ്തു? പരസ്യപ്രബോധനം തുടങ്ങിയപ്പോൾ ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സ്വഹാബികളെയും പ്രയാസപ്പെടുത്താനും ദ്രോഹിക്കാനും തുടങ്ങി. 2. പൂരിപ്പിക്കാം. 1. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഫാ കുന്നിൻ്റെ മുകളിൽ കയറി കുടുംബങ്ങളെ വിളിച്ചു. 2. അല്ലാഹു ആണ്. എനിക്ക് കഴിയുകയില്ല. അല്ലാഹു ആണ്. നിങ്ങളെ തൊട്ട് അല്ലാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് ഒന്നും തടയാൻ എനിക്ക് കഴിയുകയില്ല. 3. ചർച്ച ചെയ്യാം. 1. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പരസ്യമായി ഇസ്ലാമിക പ്രബോധനം നടത്താൻ സാഹചര്യമുണ്ടോ? ഉസ്താദുമായി ചർച്ച ചെയ്യുക. അത് നിങ്ങൾ നിങ്ങളുടെ ഉസ്താദുമായി ചർച്ച ചെയ്യുക. 4. വ്യക്തമാക്കാം. 1. സൂറത്തുൽ മസദ് ഇറങ്ങിയ സന്ദർഭം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കുടുംബത്തെ വിളിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ മുന്നറിയിപ്പ് നൽകുന്നു. നിങ്ങൾക്കുള്ള നരകത്തെ തൊട്ടുള്ള ശിക്ഷയെ തടയാൻ എനിക്ക് ഒന്നും കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ അബൂലഹബ് പറഞ്ഞു, തബ്ബാലക, ഇതിനാണോ നീ ഞങ്ങളെ വിളിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് അബൂലഹബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിച്ചപ്പോഴാണ് സൂറത്തുൽ മസദ് ഇറങ്ങിയത്. ഈ പാഠവും അതിലെ തെദ്രിബാത്തുകളും അവസാനിച്ചിരിക്കുന്നു. അസ്സലാമു അലൈക്കും. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ.